ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ടിൻറ്റോ ബ്രാസിൻ്റെ ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1976 പുറത്തിറങ്ങിയ മാഡം കിറ്റി എന്ന ചിത്രമാണിത്. ഇതൊരു എക്സ് റേറ്റഡ് ചിത്രമാണ്. നാസി ഭരണകാലത്ത് ഹിറ്റ്ലറിൻ്റെ ഭടന്മാർ വെടിവെക്കുവാൻ വേണ്ടി പോയിരുന്ന ഒരു വെടിശാലയുടെ കഥ പറയുന്ന ചിത്രമാണിത്. തെരേസ ആൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. കൂട്ടക്കളിക്ക് പേരുകേട്ട ഒരു ചിത്രം കൂടിയാണിത്. മാത്രമല്ല, ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇതിലെ ചില രംഗങ്ങളിൽ ബലമായി വസ്ത്രമൊരുക്കുന്നതും കളിക്കുന്നതും ഉൾപ്പെടുന്നു. ജർമ്മനിയുടെ ചാരസുന്ദരിമാരാകുവാൻ ചില സുന്ദരിമാരെ പട്ടാളത്തിലോട്ട് ക്ഷണിക്കുന്നതോടുകൂടിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. അതിലെ ഒരു പെൺകുട്ടിയാണ് മാർഗരീറ്റ. മാർഗരീറ്റയുടെ കഥാപാത്രത്തിനെയാണ് തെരേസ ആൻ അവതരിപ്പിക്കുന്നത്. അതീവ സുന്ദരിയാണ് മാർഗരീറ്റ. അവളെ കണ്ടതോടുകൂടി ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ ഹെൽമറ്റിന് മൂടി കയറുന്നു. ഏത് വിധേനയും വളച്ച് പരിപാടി നടത്തുവാനായി ഹെൽമറ്റ് പഠിച്ച പണി 18 നോക്കി. പക്ഷെ എന്ത് പരിപാടി കാണിച്ചിട്ടും ഹെൽമറ്റിന് അവളെ വളയ്ക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവളുടെ ഇച്ഛപ്രകാരം പരിപാടി നടത്തുവാൻ വേണ്ടി താൻ പല വിധേനയും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് മാർഗരീറ്റ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ആ ട്രെയിനിങ് ക്യാമ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഹെൽബർട്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഗെറ്റ് ഔട്ട് അടിച്ച മാർഗരീറ്റയ്ക്ക് മറുപണി കൊടുക്കുവാൻ തന്നെ ഹെൽമറ്റ് തീരുമാനിക്കുന്നു. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ആ സുന്ദരിമാരോട് വിവസ്ത്രയാകുവാൻ ഹെൽമറ്റ് ആവശ്യപ്പെടുന്നു. പൂർണ്ണ നഗ്നരായി നിന്ന അവരെ അവിടെ നിന്നിരുന്ന പട്ടാളക്കാരെ കൊണ്ട് ബലമായി കളിപ്പിക്കുന്നു. അങ്ങനെ അവിടെ ഒരു കൂട്ടക്കളി തന്നെ നടക്കുന്നു. ആ കൂട്ടത്തിൽ മാർഗരീറ്റയും ഉണ്ടായിരുന്നു. പലപ്പോഴും ഹെൽമറ്റ് മാർഗരീറ്റയെ ഓഫീസിലോട്ട് വിളിപ്പിച്ച് ബന്ധപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മാർഗരീറ്റ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ല ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ഹെൽമറ്റിന് പൂർണ്ണ സംതൃപ്തി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള കളി കിട്ടിയിട്ട് മതിയാകാതെ ഹെൽമറ്റ് അവളുടെ പുറകെ പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ സുന്ദരിമാരെ വേശ്യ പണിക്ക് കിറ്റിയുടെ സലൂണിലോട്ട് വിടുന്നു. ആ സലൂണിൽ വെടിവെക്കുവാൻ ശത്രുരാജ്യത്തെ സൈനികർ വരുമായിരുന്നു. അവരുടെ പക്കൽ നിന്ന് രഹസ്യ സന്ദേശങ്ങൾ ചോർത്തി അതിൻ്റെ ഫയൽ അവർ ഹെൽമറ്റിന് കൊടുക്കണമായിരുന്നു. അതായിരുന്നു അവരുടെ ജോലി. അങ്ങനെ മാർഗരീറ്റയ്ക്ക് ഒരു കസ്റ്റമറെ കിട്ടുന്നു. ബിയോണ്ടോ എന്നാണ് അവൻ്റെ പേര്. ശത്രുരാജ്യത്തിലെ റാങ്ക് കൂടിയ ഒരു സൈനികനായിരുന്നു അവൻ. മാർഗരീറ്റ തൻ്റെ വശ്യത ഉപയോഗിച്ച് ബിയാണ്ടോയുടെ പക്കൽ നിന്നും നിരവധി രഹസ്യങ്ങൾ ശേഖരിച്ചു. കാണാൻ മാന്യനും അതീവ സുന്ദരനുമായിരുന്നു ബിയാണ്ടോ. അതുകൊണ്ട് തന്നെ മാർഗരീറ്റയ്ക്ക് അവനോട് പ്രണയം തോന്നുന്നു. സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ കളിമൂത്ത് അവർ പരസ്പരം അടുക്കുന്നു. യുദ്ധം കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കുവാൻ അവർ പ്ലാൻ ഇടുന്നു. അതുകൊണ്ട് തന്നെ മാർഗരീറ്റ ബിയാണ്ടോയുടെ രഹസ്യ സന്ദേശങ്ങൾ അടങ്ങിയ ഫയൽ ഹെൽമറ്റിന് കൈമാറുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ബിയോണ്ടോ യുദ്ധത്തിനായി മടങ്ങിപ്പോകുന്നു. ബിയോണ്ടോയെ കാത്ത് മാർഗരീറ്റ ആ വെടിശാലയിൽ തന്നെ ജോലി ചെയ്യുന്നു. അങ്ങനെയിരിക്കെ താൻ കളി നടത്തിക്കൊണ്ടിരിക്കെ ഒരു കസ്റ്റമറിൽ നിന്നും ബിയോണ്ടോ മരിച്ചെന്ന വിവരം മാർഗരീറ്റ മനസ്സിലാക്കുന്നു. ബിയാണ്ടോയ്ക്ക്
മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ ചോർന്നതിനാൽ കോർട്ട് മാർഷൽ ചെയ്താണ് ബ്യാൻഡോയെ വധിച്ചത്. ആ വിവരം മാർഗരേറ്റയെ വല്ലാതങ്ങ് തളർത്തുന്നു. ബ്യാൻഡോയുടെ രഹസ്യ സന്ദേശങ്ങൾ അടങ്ങിയ ഫയൽ താൻ ഇതുവരെയും ആർക്കും കൈമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ അത് സംഭവിച്ചെന്നോർത്ത് മാർഗരേറ്റ വിഷമിക്കുന്നു. മാർഗരേറ്റയുടെ ആ സംശയം ആ വെടിശാലയിലെ നടത്തിപ്പുകാരിയായ കിറ്റിയിലോട്ട് പോകുന്നു. അങ്ങനെ കിറ്റിയെ വധിക്കുവാൻ മാർഗരേറ്റ പ്ലാൻ ഇടുന്നു. താനല്ല മാർഗരേറ്റയെ ഒറ്റിയതെന്നും മാർഗരേറ്റയെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഹെൽമർട്ട് മാർഗരേറ്റയുടെ മുറിയിൽ ഒളിക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹെൽമർട്ട് തന്നെ വിവരങ്ങൾ നേരിട്ട് അറിഞ്ഞതാണെന്ന് കിറ്റി മാർഗരേറ്റയെ പറഞ്ഞു ധരിപ്പിക്കുന്നു. അങ്ങനെ ഹെൽമർട്ടിനെ വധിക്കുവാൻ വേണ്ടി കിറ്റിയും മാർഗരേറ്റയും പ്ലാനിടുന്നു. പട്ടാളത്തിലെ തന്നെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഹെൽമർട്ട്. അതുകൊണ്ട് തന്നെ അവനെ വധിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ലായിരുന്നു. അതിനുവേണ്ടി മാർഗരേറ്റ ഹെൽമർട്ടിന് മുന്നിൽ പ്രണയം അഭിനയിക്കുന്നു. മാർഗരേറ്റ ഹെൽമർട്ടിന് ഗംഭീര കളികൾ കൊടുക്കുന്നു. ആ ചിത്രത്തിലുടനീളം മാർഗരേറ്റയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. വിൻറ്റേജ് ചിത്രങ്ങളെ നടിമാരെ പോലെ തന്നെ മാർഗരേറ്റയുടെ രഹസ്യഭാഗവും രോമാവൃതമാണ്. താൻ കൊടുക്കുന്ന കളികളിൽ നിന്ന് നിരവധി പട്ടാള രഹസ്യങ്ങൾ ഹെൽമർട്ടിൻ്റെ പക്കൽ നിന്നും മാർഗരേറ്റ ചോർത്തിയെടുക്കുന്നു. ആ രഹസ്യങ്ങൾ ശത്രുരാജ്യത്തിലെ സൈനികന്മാർക്ക് മാർഗരേറ്റ കൊടുക്കുന്നു. ഹെൽമർട്ടിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ആയതുകൊണ്ട് പട്ടാള കോടതി ഹെൽമർട്ട് കുറ്റക്കാരനാണെന്ന് കണ്ട് വധശിക്ഷ വിധിക്കുന്നു. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് കൂട്ടക്കളിയാണ്. ആ ഒറ്റ രംഗത്തിൽ തന്നെ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. മറ്റൊരു കാര്യം എന്തെന്നാൽ ആ രംഗത്തിൽ അഭിനയിച്ച ഒട്ടുമിക്ക നടികളും യഥാർത്ഥത്തിൽ വെടിശാലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ആ രംഗം ചിത്രീകരിച്ചപ്പോൾ അവിടെ കളി കണ്ട് തനിക്കും പൊങ്ങിയെന്ന് ടിൻഡോ ബ്രാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1986 പുറത്തിറങ്ങിയ ലേഡി ഓഫ് ദ നൈറ്റ് എന്ന ചിത്രമാണത്. സെറീന ഗ്രാൻഡി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു അടിപൊളി വെടിക്കെട്ട് ചരക്കാണല്ലോ സെറീന ഗ്രാൻഡി. അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അവളുടെ മല പോലുള്ള മാരടവും രോമാവൃതമായ രഹസ്യഭാഗത്തിൻ്റെയും പ്രദർശനം ഈ ചിത്രത്തിലുടനീളമുണ്ട്. സിമിയോണ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മാർക്കോ എന്ന ആളുമായി അവൾ വിവാഹിതയായിരുന്നു. എന്നാൽ അവർ തമ്മിലുള്ള വിവാഹത്തിന് ശേഷമുള്ള ശാരീരിക ബന്ധത്തിൽ അവൾ തീർത്തും സംതൃപ്തിയല്ലായിരുന്നു. വിവാഹത്തിന് മുമ്പ് അവർ നടത്തിയിട്ടുള്ള പരിപാടികൾ ഓർത്ത് അവൾ പലപ്പോഴും വിരലിടാറുണ്ടായിരുന്നു. തനിക്ക് ഈ പരിപാടികളിൽ താല്പര്യമില്ലെന്നും അതിനാൽ പുതിയത് ട്രൈ ചെയ്യണമെന്ന കാര്യം എന്നാലും സിമിയോണ തൻ്റെ ഭർത്താവായ മാർക്കോയോട് പറഞ്ഞിരുന്നില്ല. യോഗ ക്ലാസ് അധ്യാപികയായിരുന്നു സിമിയോണ. അവളുടെ ക്ലാസ്സിൽ നിരവധി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആണുങ്ങളും അവളുടെ ആകാരഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നിരുന്നത്. അവർക്ക് മുന്നിൽ ഒരു സുഖത്തിനു വേണ്ടി സിമോണയും ചെറുതായിട്ട് കണ്ണടച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാം അവർ അവിടെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ക്ലാസ് കഴിഞ്ഞ് സിമിയോണ ഒരു പാർക്ക് വഴി തൻ്റെ വീട്ടിലോട്ട് മടങ്ങി വരികയായിരുന്നു. ആ സമയം ഒരു ഭർത്താവും ഭാര്യയും അവിടെ നിന്ന് വഴക്ക് കൂടുന്നത് കാണുവാൻ ഇടയാകുന്നു. ആ ഭാര്യയെ ഭർത്താവ് അടിച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. ഭാര്യ അയാളുടെ പുറകെ ചെല്ലുകയും പിന്നീട് അവർ അവിടെ പരിസരബോധമില്ലാതെ ആ പാർക്കിൽ കിടന്ന് കളിച്ച് ആറാടുന്നതും സിമിയോണ കാണുവാൻ ഇടയാകുന്നു. സിമിയോണയ്ക്ക് അവരുടെ ആ പരിപാടികൾ നന്നായിട്ട് ഇഷ്ടമാകുന്നു. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഇതേപോലെ ഒരു പരിപാടി നടത്തണമെന്നും സിമിയോണയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി. പക്ഷേ അവൾ അക്കാര്യം മാർക്കോയോട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും പഴയ പോലുള്ള ഓൾഡ് സ്റ്റൈൽ കലാപരിപാടികളിലോട്ട് മാർക്കോയും സെറീനയും മടങ്ങിപ്പോകുന്നു. ഒരു ദിവസം രാത്രി സിമിയോണ മാർക്കോയെ കളിക്കുവാൻ വിളിച്ചപ്പോൾ അയാൾ വന്നില്ല. ആ സമയം ടിവിയിൽ ഒരു ഗുസ്തി മത്സരം നടക്കുകയായിരുന്നു. മാർക്കോ അത് കണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. മാർക്കോയുടെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന സിമിയോണ
രാത്രിയിൽ നടക്കുവാനിറങ്ങുന്നു. വഴിയിൽ അയൽപക്കത്തുള്ള ഒരു പെൺകുട്ടിയും ഒരാളുമായി പരിപാടി നടത്തുന്ന സിമിയോണ കാണുവാൻ ഇടയാകുന്നു. സിമിയോണയെ കണ്ടതും ആ പെൺകുട്ടി ഭയന്ന് വിറച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. തൻ്റെ ആ കളി മുടക്കിയത് സിമിയോണെ ആണെന്ന് പറഞ്ഞ് ആ പയ്യൻ സിമിയോണയെ പുറകെ പരിപാടി നടത്തുവാൻ ഓടിച്ചെല്ലുന്നു. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സിമിയോണ ഓടി വീടിൻ്റെ അടുക്കലെത്തുന്നു. എന്നാൽ ആ പയ്യൻ സിമിയോണെ ഓടിച്ചിട്ട് പിടിച്ച് പരിപാടി നടത്തുന്നു. ആദ്യമേ സിമിയോണ എതിർത്തിരുന്നുവെങ്കിലും താൻ ആഗ്രഹിച്ച കളി ഇതാണെന്ന് മനസ്സിലാക്കിയ അവൾ അധികം ബഹളമൊന്നും വെച്ചില്ല. അങ്ങനെ സിമിയോണയുടെ വീടിന് മുന്നിൽ വെച്ച് അവർ പരസ്പരം നന്നായിട്ട് ബന്ധപ്പെടുന്നു. അടിയുടെ ആംബിയർ കൂടിയപ്പോൾ സിമിയോണ അവിടെ ഉണ്ടായിരുന്ന ജനാലിൻ്റെ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നു. എന്നാൽ അതുപോലും അവളുടെ ഭർത്താവായ മാർക്കോ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് സിമിയോണയും ആ പയ്യനും തിമിർക്കുന്നു. തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തിൻ്റെ കാര്യം ഒരു നല്ലൊരു അനുഭവമായിരുന്നു സിമിയോണയ്ക്ക് അത്. അങ്ങനെ പലയിടത്തു നിന്നും സിമിയോണയ്ക്ക് പലരുമായി പരിപാടികൾ ലഭിക്കുന്നു. സിമിയോണ ഒരു ഹോട്ടൽ ജീവനക്കാരനുമായി പരിപാടി നടത്തുന്ന മാർക്കോയുടെ ഒരു സുഹൃത്ത് കാണുവാനിടയാകുന്നു. സിമിയോണ വളയുന്ന ടൈപ്പാണെന്ന് മനസ്സിലാക്കിയ അയാൾ പല വിധേനയും അവളുമായി പരിപാടി നടത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ തനിക്ക് പറ്റിയ ടൈപ്പ് അല്ലെന്ന് മനസ്സിലാക്കിയ സിമിയോണ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അങ്ങനെയിരിക്കെ ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിൽ വെച്ച് അയാൾ സിമിയോണയുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നു. പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിമിയോണയുടെ ഭർത്താവ് മാർക്കോ അങ്ങോട്ട് വരികയും സിമിയോണയുടെ ആ കലാപരിപാടികൾ കൈയോടെ പൊക്കുകയും ചെയ്യുന്നു. അങ്ങനെ സിമിയോണയുമായി തെറ്റി മാർക്കോ വീട് മാറി കഴിയുന്നു. താൻ ചെയ്തു പോയ തെറ്റോർത്ത് സിമിയോണ പശ്ചാത്തപിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കളിക്കാൻ നിരവധി ചാൻസുകൾ ഉണ്ടായിട്ടും സിമിയോണ അതിനൊന്നും മുതിർന്നില്ല. എന്നാൽ മാർക്കോയുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു. വീട്ടിൽ സിമിയോണ ഇല്ലാത്തതിനാൽ കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു അസൽ പ്ലേ ബോയ് ആയി മാറിയിരുന്നു മാർക്കോ. വീടിനടുത്തുള്ള അയൽപക്കക്കാരിയുമായി സ്ഥിരം പരിപാടി മാർക്കോ നടത്തുന്നുണ്ടായിരുന്നു. സിമിയോണ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു ദിവസം സിമിയോണ തൻ്റെ വീട്ടിലോട്ട് മടങ്ങിപ്പോകുന്നു. അവിടെ എത്തിയ സിമിയോണ കാണുന്നത് തൻ്റെ ഭർത്താവ് അയൽപക്കക്കാരിയുമായി കളിച്ചുകൊണ്ട് മറിയുന്നതാണ്. മടങ്ങിപ്പോകുവാൻ നേരം സിമിയോണെ മാർക്ക കാണുന്നു. തനിക്കൊരു തെറ്റ് പറ്റിയെന്നും മാപ്പാക്കണമെന്നും വീട്ടിലോട്ട് മടങ്ങി വരണമെന്നും സിമിയോണയോട് മാർക്ക പറയുന്നു. എന്നാൽ ദേഷ്യത്തിലായിരുന്ന സിമിയോണ ഇതൊന്നും കേൾക്കുവാൻ കൂട്ടാക്കിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിമിയോണ പുറത്തു പോയ നേരം നോക്കി ഒരാൾ സിമിയോണയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു. വീട്ടിലെത്തിയ സിമിയോണ കതക് തുറന്നു കിടക്കുന്നത് കണ്ട് സംശയം തോന്നി അകത്തോട്ട് കയറുന്നു. ആ സമയം വീട്ടിൽ പതുങ്ങിയിരുന്ന ആൾ സിമിയോണെ കയറി പിടിച്ച് ബലാത്കാരമായി പരിപാടികൾ നടത്തുന്നു. പല വിധേനയും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച സിമിയോണെ അയാൾ വിടുവാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ സിമിയോണെ തറയിൽ കിടത്തി അയാൾ ഗംഭീര പരിപാടികൾ നടത്തുന്നു. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയുന്ന സിമിയോണയ്ക്ക് അത് വലിയൊരു ഷോക്കായി. തന്നെ പരിപാടി നടത്തിയത് ആരാണെന്ന് പോലും സിമിയോണയ്ക്ക് അറിയില്ലായിരുന്നു. അയാൾ പോയി കഴിഞ്ഞ് ഊരിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ ഇടയിൽ സിമിയോണയ്ക്ക് താഴെ കിടക്കുന്ന ഒരു ലോക്കറ്റ് ലഭിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ലോക്കറ്റായിരുന്നു അത്. അങ്ങനെ തന്നെ കളിച്ച വിദ്വാനെ സിമിയോണയ്ക്ക് മനസ്സിലാകുന്നു. ഉടനെ തന്നെ ആ ലോക്കറ്റുമായി സിമിയോണ മാർക്കോയുടെ അടുക്കൽ പോകുന്നു. പേടിച്ച് പതുങ്ങി നിന്നിരുന്ന മാർക്കോയ്ക്ക് അപ്പോൾ തന്നെ സിമിയോണ ഒരു കളി കൊടുക്കുന്നു. തൻ്റെ ഫാൻറ്റസിയിലോട്ട് ഭർത്താവായ മാർക്കോ മടങ്ങി വരുന്നത് കണ്ട് സിമിയോണ വളരെയധികം സന്തോഷവതിയായിരുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നു. മുമ്പത്തെ വീഡിയോകൾ നമ്മൾ സെറീന ഗ്രാൻഡിയുടെ നിരവധി തുണ്ടുപടങ്ങൾ കണ്ടിരുന്നു. ആ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ വളരെയധികം ചൂടും രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. കിടക്കയിൽ കിടന്നുകൊണ്ട് തൻ്റെ രോമാവൃതമായ രഹസ്യഭാഗം വയലിട്ട് സൂഹിക്കുന്ന സെറീന ഗ്രാൻഡിയുടെ ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അത് കണ്ട് മൂടിക്കയറി വരുന്ന ഭർത്താവായ മാർക്കോ അപ്പോൾ തന്നെ വത്സനടിക്കുന്നു. അത്തരം നിരവധി കാഴ്ചകൾ ഈ ചിത്രത്തിലുണ്ട്. മാത്രമല്ല നിരവധി ബലാത്കാരമായ കളിരംഗങ്ങളും ഈ ചിത്രത്തിലുണ്ട്. നല്ലൊരു ബിഗ് നാച്ചുറൽ മുലയുടെ ഉടമസ്ഥയാണ് സെറീന ഗ്രാൻഡി. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന മിക്ക പ്രേക്ഷകരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ഈ ചിത്രം പോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്.
നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1986 പുറത്തിറങ്ങിയ ഡെസിഡറാൻഡ ഗുഡ എന്ന ചിത്രമാണിത്. ഇംഗ്ലീഷിൽ ഈ ചിത്രത്തെ ഡിസൈറിങ് ജൂലിയ എന്ന് പറയും. 1998 പുറത്തിറങ്ങിയ സെനിലിറ്റിയ എന്ന ഇറ്റാലിയൻ നോവലിൻ്റെ പുനരാവിഷ്കാരമാണ് ഈ ചിത്രം. സെരീന ഗ്രാൻഡ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനം തന്നെയുണ്ട്. ജൂലിയ എന്നൊരു കഥാപാത്രത്തിനെ ആണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അവൾ ഒരു ഇറ്റാലിയൻ മോഡലായിരുന്നു. നിരവധി TV ഷോകളിലും ഫോട്ടോഷൂട്ടുകളും നടത്തി വളരെയധികം പ്രശസ്തയായിരുന്നു അവൾ. മറ്റ് ഇൻഫ്ലുവൻസറെ പോലെ അല്ലായിരുന്നു അവൾ. അവളുടെ പുറകെ നടക്കുന്നവർക്ക് അവൾ കളി കൊടുക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ എമീലിയ എന്നൊരു കഥ എഴുത്തുകാരൻ ജൂലിയെ ഒരു ഹോട്ടൽ വെച്ച് കാണുവാൻ ഇടയാകുന്നു. കണ്ട മാത്രയിൽ തന്നെ എമീലിയയ്ക്ക് ജൂലിയെ ഇഷ്ടമാകുന്നു. അങ്ങനെ പലപ്പോഴായി എമീലിയ ജൂലിയയുടെ പുറകെ വെച്ച് പിടിച്ച് നടക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തൻ്റെ പുറകെ നടക്കുന്നവർക്ക് ജൂലിയ കളി കൊടുക്കുമെന്ന്. അങ്ങനെയിരിക്കെ എമീലിയയ്ക്കും ഒരു അടിപൊളി കളി കിട്ടുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ മുറിയിൽ ലോബിയിൽ വെച്ച് അവളെ പൂർണ്ണ നഗ്നയാക്കി അവൻ പരിപാടി നടത്തുന്നു. ജൂലിയയുടെ ബിഗ് നാച്ചുറൽ മുലയും ഷേവ് ചെയ്യാത്ത പോറും എല്ലാം അതിൽ തന്നെ കാണാം. അങ്ങനെ പലപ്പോഴായി എമീലിയ ജൂലിയുമായി ബന്ധപ്പെടുവാൻ തുടങ്ങി. എമീലിയയുടെ മനസ്സിനുള്ളിൽ ജൂലിയയോട് അഗാധ പ്രണയമായിരുന്നു. എന്നാൽ ജൂലിയയ്ക്കാകട്ടെ മറ്റുള്ളവരെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയായിരുന്നു എമീലിയയും കണ്ടുകൊണ്ടിരുന്നത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് അവർ രണ്ടുപേരും ബീച്ചിൽ കിടന്ന് നടത്തുന്ന ചില പരിപാടികളാണ്. പൂർണ്ണ നഗ്നയായി കിടക്കുന്ന ജൂലിയയുടെ മേലെ എമീലിയ മണ്ണ് വാരിയിടുന്നു. ജൂലിയയുടെ മുലയിലും പൂവിലും എല്ലായിടത്തും അവൻ ഇടുന്നുണ്ട്. ജൂലിയയുടെ മുല വലുതാണെങ്കിലും കണ്ണി ചെറുതാണ്. അതെല്ലാം നമുക്ക് ഈ രംഗത്തിലൂടെ കാണുവാൻ സാധിക്കും. അങ്ങനെ മണ്ണ് വാരിയിട്ട് കളി നടത്തിയതിന് ശേഷം അവർ ബീച്ചിൽ കിടന്ന് പരിപാടികൾ നടത്തുന്നു. ഈ സമയം എമീലിയ ജൂലിയയുമായി വല്ലാതങ്ങ് അടുത്തിരുന്നു. ജൂലിയ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യം എമീലിയയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ജൂലിയ മറ്റൊരു ആരാധകനുമായി പരിപാടി നടത്തുന്നത് എമീലിയ കാണുവാനിടയാകുന്നു. ദേഷ്യം വന്ന എമീലിയോ ആ ആരാധകനെ കൊല്ലുന്നു. എമീലിയയുടെ ഈ പ്രവൃത്തി കണ്ട് ഭയന്നു പോകുന്ന ജൂലിയ എമീലിയെ പുറത്താക്കി കതക് അടയ്ക്കുന്നു. ആ സമയം പുറത്തു നിന്നുകൊണ്ട് ജൂലിയെ പ്രണയാഭ്യർത്ഥന നടത്തുകയായിരുന്നു എമീലിയോ. ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നയായ ജൂലിയയുടെ നിരവധി കളികളുണ്ട്. എല്ലാം തന്നെ അടിപൊളി സീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ നാലാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 1982 പുറത്തിറങ്ങിയ ഇറോട്ടിക് ചിത്രമായ ക്യാറ്റ് പീപ്പിൾ എന്ന ചിത്രമാണിത്. നട്സാജ കിൻസോക്കി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഒരാളുടെ മാത്രമല്ല പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഇറീന ഗാലിയർ എന്ന കഥാപാത്രത്തിനെയാണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു ആറ്റം ചരക്ക് തന്നെയാണ് അനീറ്റോ ഒറ്റൂലി. ആലീസ് പാരൻ എന്ന കഥാപാത്രത്തിനെയാണവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ പൂർണ്ണ നഗ്നയായി ഇറങ്ങി നീന്തുന്ന ഒരു രംഗമുണ്ട് ഈ ചിത്രത്തിൽ. അതിൽ അവളുടെ പിങ്ക് നിപ്പിൾ നമുക്ക് എടുത്ത് കാണുവാൻ സാധിക്കും. ഈ ചിത്രത്തിലെ കഥാനായികയായ നട്സാ കിൻസാക്കി ഈ ചിത്രത്തിലെ ഡയറക്ടറായ പോളിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ പരസ്പരം നിരവധി കളികൾ നടത്തിയിട്ടുണ്ട്. അവസാനം പോൾ നട്സാജിൻസ്കിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പോൾ ഒരു പാർട്ടി തന്നെ വിളിക്കുന്നു. പക്ഷേ നാസ്റ്റാഗ ആ പാർട്ടിയിൽ പങ്കെടുത്തില്ല. മാത്രമല്ല പോളുമായുള്ള എല്ലാവിധ കോണ്ടാക്റ്റും അവസാനിപ്പിച്ചു. നീണ്ട 3 മാസത്തിനു ശേഷം പോൾ നാസ്റ്റാജയെ പാരീസിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആ സമയം നാസ്റ്റാഗ പോളിനോട് പറയുകയുണ്ടായി, ഞാൻ പല സിനിമ ഡയറക്ടേഴ്സുമായി കളിച്ചിട്ടുണ്ട്. പോൾ മാത്രമാണ് ഇപ്പോൾ എന്നെ വിടാതെ പിന്തുടരുന്നത്. ഇക്കാര്യം നാസ്റ്റാഗ 2011 ഡെയിലി ടെലിഗ്രാഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. നമുക്കെന്നാൽ ക്യാറ്റ് പീപ്പിൾ എന്ന ഈ ചിത്രത്തിലേക്ക് കിടക്കാം. ഈ ചിത്രത്തിലെ കഥാനായികയായ ഐറീൻ അനാഥയായിരുന്നു.
ഐറീനെ ദത്തെടുത്ത് ഒരു കുടുംബം വളർത്തുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഐറീൻ തൻ്റെ സഹോദരനായ പോളിനെ കാണുവാനിടയാകുന്നു. പോളിൽ നിന്നും ഐറീൻ മനസ്സിലാക്കുന്നു അവൾ ക്യാറ്റ് പീപ്പിൾ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്ന്. അവരുടെ പൂർവികൾ പണ്ട് ബ്ലാക്ക് പാന്തറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിന് ഫലമായി ജനിച്ച കുട്ടികൾ മനുഷ്യ കുട്ടികളായിരിക്കും. പക്ഷേ കൗമാരക്കാലത്ത് അവർ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. എന്നാൽ മാത്രമേ അവർ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരും ബ്ലാക്ക് പാന്തർ എന്ന ആ പുലിവർഗമായി മാറും. അങ്ങനെ തനിക്ക് ബന്ധപ്പെടുവാൻ പറ്റിയ തൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ തപ്പി ഐറീൻ ഇറങ്ങുന്നതോടുകൂടിയാണ് ഈ ചിത്രം ആരംഭിക്കുന്നത്. ഐറീൻ്റെ പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെ ഈ ചിത്രത്തിലുണ്ട്. അടിപൊളി ഹോട്ട് ആൻഡ് ക്യൂട്ട് നടിയാണ് നസ്ജാഗ. അവളുടെ സൗന്ദര്യം മൊത്തമായി തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ കണ്ട് ആസ്വദിക്കാം. രാത്രികാലങ്ങളിൽ പൂർണ്ണ നഗ്നയായി കാട്ടിൽ കൂടെ ഐറീൻ പോകുന്ന ഒരു രംഗമുണ്ട്. ഐറീൻ്റെ വടിവൊത്ത ശരീരം ഈ രംഗത്തിൽ നിന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാം. വിൻറ്റേജ് നടിമാരെ പോലെ തന്നെ ഐറീൻ്റെ രഹസ്യഭാഗവും രോമാവൃതമാണ്. ഐറീൻ തൻ്റെ കാമുകനുമായി പരിപാടി നടത്തുന്ന കിടപ്പര രംഗങ്ങളെല്ലാം തന്നെ ഈ ചിത്രത്തിലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 1980 പുറത്തിറങ്ങിയ അമേരിക്കൻ ഗിഗാലോ എന്ന ചിത്രമാണിത്. റിച്ചാർഡ് ഗീറി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി സ്ത്രീകളുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ജൂലിയൻ എന്ന കഥാപാത്രത്തിനെ ആണ് റിച്ചാർഡ് ഗീറി അവതരിപ്പിക്കുന്നത്. അവൻ അമേരിക്കയിലെ ഒരു പുരുഷ വേശ്യയായിരുന്നു. അവൻ മിഷേലെ എന്നു പേരുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. യാതൊരു പണവും മേടിക്കാതെ തന്നെ അവൻ അവൾക്ക് കളി കൊടുക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ അവൻ്റെ ഒരു കസ്റ്റമർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. ആ കേസ് പതിയെ ജൂലിയൻ്റെ നേർക്ക് നീളുന്നു. ആ കൊലക്കേസിൽ നിന്നും രക്ഷപ്പെടാൻ ജൂലിയൻ നടത്തുന്ന തന്ത്രപ്പാടുകളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ ചിത്രത്തിനും മറ്റ് ചിത്രങ്ങളെ പോലെ തന്നെ സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഈ ചിത്രവും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.